സംവരണ വിരുദ്ധ പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് ബംഗ്ലാദേശിൽ നടന്ന കലാപം അക്ഷരാർത്ഥത്തിൽ ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദികൾ യഥേഷ്ടം വിഹരിക്കുന്ന ഒരു നാടായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു ഇന്ന് ബംഗ്ലാദേശിൽ നടന്ന ആ ഒരു കലാപം, അതിന്റെ ഒരു പശ്ചാത്തലം, അതൊക്കെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകളിൽ വളരെ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്തതാണ്. ഇന്ന് ഈ ഒരു ബംഗ്ലാദേശ് വിഷയം എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കലാപം നടന്നത് ബംഗ്ലാദേശിലാണെങ്കിലും ആ കലാപകാരികൾ അല്ലെങ്കിൽ ആ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇസ്ലാമിക തീവ്രവാദികൾ ലക്ഷ്യം വെച്ചത് ഇന്ത്യയായിരുന്നു. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഈ കലാപത്തിന് ശേഷം അവിടുത്തെ ഒരു ഭരണം ഏറ്റെടുത്ത മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരവധി ഭീകര സംഘടനകളെയും അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരെയുമാണ് ജയിലിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുന്നത്. നേരത്തെ അവിടെ ബംഗ്ലാദേശ് ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ ബാൻ ചെയ്ത, നിരോധിച്ച നിരവധി തീവ്രവാദ സംഘടനകളുടെ, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ആ നിരോധനം ഇപ്പോഴത്തെ സർക്കാർ എടുത്തു മാറ്റുന്നു. ഒപ്പം തന്നെ ജംഷുദ്ദീൻ റഹ്മാനിയെ പോലുള്ള അൽ-ഖ്വയ്ദ ഭീകര സംഘടനയെ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്ന, അവരുടെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന ABT, ആ തീവ്രവാദ സംഘടനയുടെ നേതാവ്, ആ നേതാവിനെയൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ നേതാവ് ജംഷുദ്ദീൻ റഹ്മാനി എന്ന് പറഞ്ഞ ആ കൊടും ഭീകരൻ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ വളരെ വളരെ വിഷം ചീറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം കലാപം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വിഘടനവാദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക, അരക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും ആശങ്കയോടെ നാം നോക്കിക്കാണേണ്ടത് അയാൾ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ഡൽഹിയിൽ ഇസ്ലാമിക പതാക പാറിക്കളിക്കുന്ന ഒരു ദിനം അടുത്തു വരുന്നു, അല്ലെങ്കിൽ അതിനധികം താമസമില്ല എന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ചയാക്കാതെ പോയത് എന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ഈ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് ജോജി റോബിൻ ജോജി. ഈ ഒരു ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ബംഗ്ലാദേശിൽ നടന്ന ഒരു കലാപം, അതൊരു സംവരണ വിരുദ്ധ ഒരു പ്രക്ഷോഭം, അതിൻ്റെ ഒരു പുകമറയിൽ അവിടെ നടന്നത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോട് കൂടിയുള്ള ഒരു പ്ലാനിങ്, ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. അതിൻ്റെ പിന്നിൽ ഉള്ള കാരണങ്ങൾ, അവർ ലക്ഷ്യം വെച്ചത്, ഒന്നാമത്തെ പോയിന്റ്, അവിടെ ബംഗ്ലാദേശിൽ നിലവിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ച് അവിടെ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കലാപം നടന്നത് ബംഗ്ലാദേശിലാണെങ്കിലും ഈ പറയുന്നവർ ടാർഗറ്റ് ചെയ്തത് ഇന്ത്യയാണ്. അതിനെ സാധൂകരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ ചർച്ച ചെയ്ത തുടക്കത്തിൽ പറഞ്ഞ ഈ ജഷ്മുദ്ദീൻ റഹ്മാനി, ആ വ്യക്തി നടത്തിയ ചില വിദ്വേഷം ജനിപ്പിക്കുന്ന, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ വന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ബംഗ്ലാദേശ് വിഷയം വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഈ ജഷ്മുദ്ദീൻ റഹ്മാനിയെ ഈ പറയുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു ഡിക്റ്റേറ്റർ സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ബംഗ്ലാദേശിന്റെ മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ എപ്പോഴും വിജയിച്ചിരുന്നു. ഒരു പ്രോ ഇന്ത്യ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. 15 വർഷമായി അവിടെ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കുവാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശ് സ്റ്റേബിൾ ആയിരുന്നു ഈ കഴിഞ്ഞ 15 വർഷം. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിലും, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ മേഖലയിലും അതിന്റെ തൽഫലമായിട്ട് വലിയ രീതിയിലുള്ള സമാധാനം, ഒരു സുസ്ഥിരത കൊണ്ടുവരാൻ ഇന്ത്യൻ ഭരണകൂടത്തിനും സാധിച്ചു. ഇവർ നിരോധിച്ച ചില തീവ്രവാദ സംഘടനകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകൾ, ഈ ABT, അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന, അതിന്റെ നേതാവാണ് ഈ ജഷ്മുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പുറത്തുവിട്ട 30 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രസക്തമായിട്ടുള്ള, അവരെ സംബന്ധിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ചില വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അയാൾ പറഞ്ഞൊരു കാര്യം, പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും സഹായത്തോടെ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും ലിബറേറ്റ് ചെയ്യും. 2, ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളോട് ഉണർന്നെഴുന്നേൽക്കുവാൻ അയാൾ പറയുന്നുണ്ട്, ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാൻ. 3-ാമത്തെ പോയിന്റ്, ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചൈനയോട് പറയും, ഓർക്കുക, ഞങ്ങൾ ചൈനയോട് പറയും, ഇന്ത്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സിലിഗുരി കോറിഡോർ, പ്രത്യേകിച്ച് ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്നും ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന 20 കിലോമീറ്റർ ഒരു സ്ട്രെച്ച്, ആ ഒരു വിട്ടുള്ള ആ ഒരു സിലിഗുരി ഒരു കോറിഡോർ പിടിച്ചെടുക്കുവാൻ ഞങ്ങൾ ചൈനയോട് പറയും. ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനോട് ഇന്ത്യയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം
പ്രാപിക്കുവാനുള്ള ഒരു ആഹ്വാനം നൽകും. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അയാൾ പറഞ്ഞൊരു കാര്യം, അധികം വൈകാതെ തന്നെ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഇസ്ലാമിക പതാക പാറിക്കളിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത് വളരെ അതീവ ഗൗരവമാണ്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ വിഷയം ചർച്ചയാക്കിയില്ല. അയാൾ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്: ദ ഡേ ഈസ് നോട്ട് ഫാർ വെൻ യുവർ കൺട്രി ടു വിൽ ബി ബ്രോക്കൺ ആൻഡ് ദ ഫ്ലാഗ്സ് ഓഫ് ദി തൗഹീദ് വിൽ ഫ്ലട്ടർ ഇൻ ഡൽഹി. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം. രണ്ടാമത്തെ ഒരു ഘട്ടം, അത് ഞാൻ ഇത് സൂചിപ്പിച്ചത് ഇവരുടെ ലക്ഷ്യം ഇന്ത്യ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഇവരുടെ ഈ ഒരു ലക്ഷ്യം ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭമാണെങ്കിൽ അതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവർ ഈ ബംഗ്ലാദേശ് നാഷണൽ ആന്തം അത് റീഡിസൈൻ ചെയ്യാൻ പറയുന്നു. കാരണം അത് ഡിസൈൻ ചെയ്തത് ടാഗോറാണ്, ഇന്ത്യയാണ് ഇമ്പോസ് ചെയ്തതെന്ന് പറയുന്നു. ബംഗ്ലാദേശിന്റെ ഫ്ലാഗ് അത് റീഡിസൈൻ ചെയ്യാൻ പറയുന്നു. കാരണം അതൊരു ഹിന്ദുവാണ് അത് രൂപകൽപ്പന ചെയ്തത്, അതുകൊണ്ട് റീഡിസൈൻ ചെയ്യാൻ പറയുന്നു. ഒപ്പം തന്നെ ഈ കാലിഫേറ്റ്, ബംഗ്ലാദേശിൽ കാലിഫേറ്റ് സ്ഥാപിക്കുക എന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ വരുന്നു. ബംഗ്ലാദേശ് കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കി അവിടെ ശരീഅത്ത് നിയമം കൊണ്ടുവരണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. വലിയ രീതിയിലുള്ള ഒരു പോസ്റ്റർ ക്യാമ്പയിൻ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. ചിലയിടങ്ങളിലൊക്കെ ചില അവിടുത്തെ ഷ്രൈനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഗീതത്തെ നിരോധിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അത് വ്യക്തമല്ലേ ജോജി, ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതിനേക്കാൾ അപ്പുറം തന്നെയായിരുന്നു അല്ലെ? ബംഗ്ലാദേശ് ഏതൊക്കെ കാലഘട്ടത്തിൽ അൺസ്റ്റേബിൾ ആയിരുന്നോ, അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ മേഖലയിലും അരക്ഷിതാവസ്ഥ വ്യാപിച്ചിരുന്നു. ആ മേഖലയിലും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിഘടനവാദ ശ്രമങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു, പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരുന്നു. സംവരണമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. കാരണം സംവരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അതിനെതിരെ കൃത്യമായിട്ട് നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇന്ത്യ ആയിരുന്നു അവരുടെ ലക്ഷ്യം അല്ലെ? നമുക്ക് ഈ ബംഗ്ലാദേശിൽ നടന്ന ആ ഒരു അട്ടിമറി എന്ന് പറയും. ആ അട്ടിമറി നമുക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കലാപം ഒരു സാധാ സംഭവമായിട്ട് കാണാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ആ സംഭവം ബംഗ്ലാദേശിനെ മാത്രം ബാധിക്കുന്ന ഒരിക്കലും ഉള്ള ഒരു കാര്യമല്ല. അതിനെക്കുറിച്ചുള്ള ആ ഒരു ചുരുൾ ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഞാനത് പറയുമ്പോൾ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് UN അവർ കണ്ടെത്തിയ ഒരു വലിയൊരു വിവരം പുറത്തു വിട്ടു. അതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്, പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ, അവർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നും അവർ പ്രത്യേകമായിട്ട് ഇന്ത്യയെ ഫോക്കസ് ചെയ്തു. കാരണമുണ്ട്, ഇന്ത്യയിൽ വലിയ കാര്യമായിട്ടുള്ള സ്ഫോടനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ആക്രമണം നടത്താനോ ഒന്നും അവരെ കൊണ്ട് സാധിച്ചില്ല. അതിനാൽ തന്നെ അവർ ലക്ഷ്യം വെക്കുന്നത് ഇവിടുത്തെയുള്ള ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു വലിയൊരു ലഹള, അല്ലെങ്കിൽ ഇന്ത്യ ഡിസിൻഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു വലിയ പ്രവർത്തനം. അപ്പോൾ അതിലൂടെ തന്നെ അവിടെ ശ്രദ്ധിക്കാൻ പറയുന്നത്, ഇന്ത്യ, അതേപോലെ ബംഗ്ലാദേശ്, അതേപോലെ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവരുടെ ഫോക്കസ്. അപ്പോൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇതിലൂടെ എല്ലാം ലക്ഷ്യം വെക്കുന്നവർ ഇന്ത്യയിൽ ഒരു സ്റ്റേബിളായ, സ്ഥിരതയുള്ള, ശക്തിയുള്ള, അല്ലെങ്കിൽ ഒരു നല്ല വോയിസ് ഉള്ള ഗവൺമെൻറ് ഭരണം അത് ഒരിക്കലും തുടർന്നു പോകാൻ ഇവരൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയെ അതിനെ ഒരു അസ്ഥിരപ്പെടുത്തുക, അതിനെ എല്ലാ ലെവലിലും അതിനെ അസ്ഥിരപ്പെടുത്തുക. അതിൻ്റെ പുറകിൽ പല രീതിയിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ശരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം വന്ന ഈ മുഹമ്മദ് യൂനിസ് ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബാൻ മാറ്റിക്കളയാണ് ചെയ്തത്. അതേപോലെ അവിടെ വിദ്യാർത്ഥി സംഘടനയുടെ. അപ്പോൾ ഇത് രണ്ടിനെയും ബാൻ മാറ്റിക്കൊണ്ട് ശരിക്കും ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് ബംഗ്ലാദേശിനെ നയിക്കുന്ന ഒരു വലിയ അവസ്ഥ. അപ്പോൾ ഈ റാഡിക്കലൈസേഷൻ ഓഫ് ബംഗ്ലാദേശ് അതിൻ്റെ മെല്ലെ ഒരു പ്രോസസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ സംഭവിക്കുന്നത് വെച്ചാൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇവിടങ്ങളിലുള്ള എല്ലാ തീവ്ര സംഘടനകളോടും അവർ ആഹ്വാനം ചെയ്യുകയാണ് ഒരു സ്വതന്ത്ര പോരാട്ടത്തിന്, അല്ലെങ്കിൽ ഒരു ആസാദി പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പിന് വേണ്ടി. അപ്പോൾ അവരുടെ മെയിൻ ഫോക്കസ് ഇന്ത്യ തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഗ്ലോബൽ പവേഴ്സിൻ്റെ ശരിക്കും. അപ്പോൾ ഗ്ലോബൽ പവേഴ്സിൻ്റെ ലക്ഷ്യം ഒരിക്കലും ഒരു ഇസ്ലാമിക് ഭരണം ഇവിടെ കൊണ്ടുവരണം അതൊന്നുമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഇതാണ്, ഇന്ത്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യുക. അപ്പോൾ ഇന്ത്യ ഒരു മേജർ പവറാണ്, അല്ലെങ്കിൽ ഇന്ത്യ എപ്പോഴും ഒരു ഡിപ്പെൻഡൻറ്റ് രാജ്യമായിട്ട് തുടരുക എന്നുള്ള ഒരു വലിയ പോളിസി ഉണ്ട് അവിടെ ശരിക്കും. അപ്പോൾ ജോർജ്, നമ്മൾ ഇതിലാണ് ചേർത്ത് വായിക്കുമ്പോൾ ഈ മമതാ ബാനർജിയോട് ആഹ്വാനം ചെയ്യുന്നു. അത് മനസ്സിലാക്കണം. ഇപ്പം ഈ ജയിലിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പല വലിയ ഭീകരവാദ സംഘടനയുടെ നേതാക്കന്മാരാണ്. അവരൊന്നും യാതൊരു അന്വേഷണവും ഒന്നുമില്ല, ചുമ്മാ പുറത്തു വിടുകയാണ്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവ് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ, മമതാ ബാനർജി പറഞ്ഞാൽ, നിങ്ങൾ ബംഗാളിനെ ഇന്ത്യയിൽ അത് സ്വതന്ത്രമാക്കുക. അതെ, റഹ്മാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ബംഗാളിനെ, അപ്പം അതൊക്കെ എത്രമാത്രം ഭീകരമായ അവസ്ഥ. അത് പറയുകയാണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളോട് പറഞ്ഞു നിങ്ങൾ സ്വാതന്ത്ര്യം ചോദിക്കുക, ഇന്ത്യയിൽ ചോദിക്കുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യ സംഭവിക്കുന്നത് ശരിക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഗൂഢമായ ഒരു അജണ്ട ഇവിടെകളുണ്ട്. അപ്പോൾ ഇന്ത്യ പിടിക്കുക എന്നുള്ളത് അവരുടെ അവരുടെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ പല രാജാക്കന്മാരുടെ ഒരു വലിയ സ്വപ്നമാണ് ശരിക്കുന്നത്.
അതിനുവേണ്ടിയുള്ള പല പല ആക്രമണം ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴും ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ അവരുടെ പതാക പാറിക്കുക എന്നുള്ള സ്വപ്നത്തിലേക്ക് അവർ എന്നാ പറയുക, പാകിസ്ഥാനെ ഉപയോഗിക്കാൻ തയ്യാറാണ് ബംഗ്ലാദേശും. ശരിക്കും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ നെയ്ബർഹുഡ് അത് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഒരു സ്ട്രാറ്റജിക് പോയിന്റാണിത്. അപ്പോൾ അവിടെയെല്ലാം ഈ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഏത് നിമിഷവും എന്നാ പറയുക തികച്ചും ഒരു അസുഖകരമായ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതൊരിക്കലും രാജ്യത്തിൻ്റെ സ്ഥിരതയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു സമാധാനപരമായ മുന്നോട്ട് പോക്ക് വളരെ ഒരു വലിയ അപകടം തന്നെയുള്ളത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോഴത്തെ ഈ ഒരു ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ ഒരിക്കലും ഒരു ശുഭകരമായ കാര്യമില്ല, എന്ത് വേണം സംഭവിക്കാം. ഓക്കെ റോബിൻ, അതായത് ഇപ്പോൾ ഈ പറയുന്ന റഹ്മാനിയുടെ ഒരു പ്രസ്താവന നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറില്ലേ, എന്തൊക്കെ എത്ര മൂടി വെച്ചാലും സത്യം അബദ്ധത്തിനാണെങ്കിലും വായിൽ നിന്ന് പുറത്തു വീഴും. ഞാൻ ആളുടെ ഈ പ്രസംഗം കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ശ്രദ്ധേയമായി തോന്നിയൊരു പോയിന്റ് ഉണ്ട്. ഞങ്ങൾ ചൈനയോട് പറയും, ഞങ്ങൾക്കെതിരെ കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചൈനയോട് പറയും ഈ പറയുന്ന സിൽഗുരി ആ ഒരു കോറിഡോർ ബ്ലോക്ക് ചെയ്ത് എന്താ പറയണേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ നിന്നും വിഘടിപ്പിക്കുവാൻ ഞങ്ങൾ ചൈനയോട് പറയും. അപ്പോൾ തന്നെ വ്യക്തമല്ല ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് കളിച്ചതെന്ന്. അയാൾ തന്നെ അറിയാതെ തന്നെ അയാളുടെ വായിൽ നിന്ന് തന്നെ അത് പുറത്തു വന്നിരിക്കുന്നു. അല്ല, ഇത് വളരെ വളരെ ഷാർപ്പാണിത് പറഞ്ഞേക്കുന്നത്, വളരെ ഷാർപ്പാണ്. കാരണം ഇതിനെല്ലാം വളരെ റീസണബിൾ ആണത്. ഇപ്പം നമുക്ക് ഒരു കാര്യം എടുക്കാം, ഇപ്പം സിലിഗുരി തന്നെ എടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് ചിക്കനൊക്കെ ഏകദേശം അതിൻ്റെ ഏറ്റവും നാരോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 17 കിലോമീറ്റർ വീതിയും 60 കിലോമീറ്റർ നീളവുമുള്ള, അപ്പം ഒരു ചിക്കൻ നെക്ക് പോലെ നിൽക്കുന്ന ഈ സ്ഥലത്ത് 90,000 ചതുരശ്ര കിലോമീറ്റർ, ആ ഏരിയയിൽ മൊത്തം അരുണാചൽ മൊത്തം തിബറ്റിന്റെ ഭാഗമാണെന്ന് 90,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ചൈന അവരുടേതാണെന്ന് അവകാശപ്പെടുന്നത്. അവിടെ ആ ഭാഗങ്ങളിൽ ചൈന വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയും അതിനനുസരിച്ച് കൗണ്ടറായിട്ട് സൈനിക വിന്യാസം അവിടെ നടത്തുന്നുള്ളൂ. പക്ഷേ ചൈന വളരെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അവിടെ വളരെ വലിയ സൈനിക വിന്യാസം നടത്തുന്നുണ്ട്. ഒന്ന്. അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാന് ചൈന വളരെ വലിയ സഹായം ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് വളരെ വലിയ കണക്ഷനിലാണ് ചൈനയുടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഫൈറ്റർ ജെറ്റ് അടക്കം ചൈന പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുതിയ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ടും പാകിസ്ഥാനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. ആളുകളും അതുപോലെ തന്നെയാണ് എന്നുള്ളത് അവരുടെ പല പ്രസ്താവനകളിൽ നിന്നും ഈ അടുത്ത് ബൾക്കായിട്ട് പാകിസ്ഥാനിൽ ആയുധം വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അത്. അപ്പോൾ ചൈനയോട് പറയും എന്ന് പറയുമ്പോൾ കൃത്യമായ അജണ്ട അതിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഇനി നമുക്ക് ബംഗാളിലേക്ക് വരാം. ബംഗാളിൽ മമതാ ബാനർജിയോട് ഇന്ത്യയിൽ നിന്നും വിട്ടുപോകണമെന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനും ഇതിനെക്കുറിച്ച് ആഹ്വാനം ചെയ്തു. കാരണം എന്താ? ബംഗാളിൽ 18% ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ആളുകൾ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റയാണത്. വളരെ കൃത്യമാണത്. അനധികൃതമായും അല്ലാതെയുമായിട്ട് ഇത്രയും ആളുകൾ കാലങ്ങളായിട്ട് കുടിയേറിയ ആളുകളുണ്ട്. ഇവര് ബംഗ്ലാദേശികളാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു. മമതാ ബാനർജി പല പ്രാവശ്യവും ബംഗ്ലാദേശിനോട് അനുഭാവപൂർവ്വം പെരുമാറുമ്പോൾ അവരുടെ വോട്ട് ബാങ്കാണ് ഇവര്. അപ്പോൾ ഇപ്പം ബംഗ്ലാദേശിൽ വളരെ ഒരു ചെറിയ ഭൂരിപക്ഷം ആളുകൾ ആ ഗവൺമെന്റിനെ മറിച്ചിട്ടുവെങ്കിൽ ഈ 18% ആളുകൾക്ക് എന്ത് ബംഗാളിൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും? അത് ഒരു കാര്യം. ഇനി നമുക്ക് ഇവർ പറഞ്ഞ കാശ്മീരിലേക്ക് വരാം. ഈ കാശ്മീരിൽ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ജമായത്തെ ഇസ്ലാമി അവർ നിരോധിക്കപ്പെട്ടതാണ്. ജമായത്തെ ഇസ്ലാമി 37 വർഷങ്ങൾക്ക് ശേഷം ഇലക്ഷന് മത്സരിക്കാൻ പോവുക. അവിടെ അവര് കഴിഞ്ഞ ഞായറാഴ്ച അവിടെ മീറ്റിംഗ് നടത്തി. അതും വലിയ മീറ്റിംഗ് നടത്തി. അവർ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയതിന് ശേഷമാണ് അവർ ആ മീറ്റിംഗ് നടത്തിയത്. അവർ നിരോധിത സംഘടനയായതുകൊണ്ട് അവർക്ക് ജമായത്തെ ഇസ്ലാമിയുടെ പേരിൽ അവിടെ ഇലക്ഷന് മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ട് 10ഓളം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളെ അവരവിടെ നിർത്തി പ്രോക്സിയാക്കി നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള പരിപാടിയാണ് അവരവിടെ. എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. ജമായത്തെ ഇസ്ലാമി പാകിസ്ഥാന്റെ റൂട്ടുകളുള്ള അതേ ജമായത്തെ ഇസ്ലാമി ഇവിടെ ബംഗ്ലാദേശിൽ ഇവിടെ അധികാരം മറിച്ചിട്ടു. അതേ ജമായത്തെ ഇസ്ലാമി കാശ്മീരിൽ മത്സരിക്കാൻ പോവുകയാണ്. കാശ്മീരിലെ ലിബറേറ്റ് ചെയ്യുന്ന വെച്ചാൽ അഫ്ഗാന്റെയും പാകിസ്ഥാന്റെയും സഹായത്തോടെ കാശ്മീരിനെ ലിബറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ അതേ അവസരത്തിൽ ജമായത്തെ ഇസ്ലാമി അതെന്റെ അവിടെ മത്സരിക്കാൻ പോവുകയാണ് അവിടെ. അപ്പൊ ഇത് വളരെ പ്ലാൻഡ് ആണ്. ഇനി നമുക്ക് ഇപ്പൊ ഖാലിസ്ഥാനെ സഹായിക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടും പല പ്രാവശ്യം അതിന്റെ തെളിവുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ പഞ്ചാബ്, പാകിസ്ഥാന്റെ ഭാഗത്തുള്ള പഞ്ചാബും ഈ പഞ്ചാബും കൂടെ കൂട്ടിച്ചേർക്കുക അവരെ സംബന്ധിച്ച് അതൊക്കെ അവരുടെ സ്വപ്നങ്ങളാണ്. അപ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ പഞ്ചാബ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖാലിസ്ഥാൻ, അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമാണ്. പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസ്, ചൈനയുടെ ഇൻഫ്ലുവൻസ്, ഇതിന്റെ ഇടയിലുള്ള ഈ ജമായത്തെ ഇസ്ലാമിയുടെ കളികൾ. ഇനി നമ്മൾ ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ ജമായത്തെ ഇസ്ലാമിയാണ് ഹമാസിന് വേണ്ടി ഇവിടെ മീറ്റിംഗ് നടത്തിയത്.
ഇസ്രായേലിൽ അത്രയോ ആളുകളെ കൊന്നപ്പോൾ ഹമാസിന് വേണ്ടി ഇവിടെ മീറ്റിംഗ് നടത്തിയ ആളുകളാണ് ഇതേ ജമായത്തെ ഇസ്ലാമി. ഈ ഹമാസിന്റെ കമാൻഡർ വെർച്വലായിട്ട് ഇവിടെ പ്രസംഗിച്ചു ഈ ജമായത്തെ ഇസ്ലാമിയുടെ മീറ്റിംഗിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഗാസയിലുള്ള ഇവരുടെ സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? അത്രയും മനുഷ്യന്മാർ കൊല്ലപ്പെട്ടാലും ഇവരോട് ആദ്യം തന്നെ പറഞ്ഞാണ് ഈ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവർ കണക്കിലെടുക്കാതെ അവരുടെ ഇസ്രായേലിൽ കിടക്കുന്ന തീവ്രവാദികളെ മൊത്തം മോചിപ്പിച്ചാലേ ഞങ്ങൾ യുദ്ധം ഞങ്ങൾ ബന്ദികളെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇത്രയും ജനങ്ങളെ, ഏകദേശം 41,000 മുകളിൽ ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്ത അതേ മനോഭാവം. അപ്പോൾ നമ്മൾ ഈ തീവ്രവാദികളുടെ ഈ ലിങ്കിലേക്ക് വരുമ്പോൾ ഈ മനോഭാവമാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവര് ഉണ്ടായിട്ടുള്ള ഒരു രാജ്യത്തും ഒരു വികസനവും ആ രാജ്യത്തിന് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ തീവ്രവാദികളെ നമ്മൾ ഇത്രത്തോളം എതിർക്കാൻ കാരണം ഇവർ വെറും അരാജകത്വവാദികളാണ്. ഇവർക്ക് ഒരു വികസനവും ഇവരുണ്ടായിട്ടുള്ള ഒരു രാജ്യത്തും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഗാസയിൽ ഇത്രയും ആളുകളെ കുരുതി കൊടുത്തിട്ട് ഇന്നും അവരവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ. ഇത്രയും മനുഷ്യന്മാർ മരിച്ചു വീണു. അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും 23 ലക്ഷം ജനങ്ങളുള്ളതിൽ ഏകദേശം 21 ലക്ഷത്തോളം ജനങ്ങളും ഡിസ്പ്ലേസ്ഡ് ആയി മാറിക്കഴിഞ്ഞു, അതുപോലെ നശിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇന്നും അവർ ആ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ ആ സ്വാർത്ഥത, അവരുടെ ആ ലക്ഷ്യം നേടാനുള്ള ആ സ്വാർത്ഥത, അതേ സ്വാർത്ഥതയാണ് കേരളത്തിൽ ഇവർ മീറ്റിംഗ് നടത്തി. അവിടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മിഡിൽ ഈസ്റ്റിലുള്ള മലയാളികൾ മുഴുവൻ കിടക്കെ എടുത്ത് തിരിച്ചു പോരേണ്ട അവസ്ഥ വരും. അതൊന്നും ഇവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവർ വളരെ കൂളായിട്ട് ഇവിടെ ഇരുന്ന് മീറ്റിംഗ് നടത്തി. ഇത് തന്നെയാണ് ഇന്ത്യയിൽ മൊത്തം ഇവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം മോദി ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു ഗവൺമെന്റാണ്. ഈ മോദി ഗവൺമെന്റിനെതിരെ ഇവർ ഇത്രയും കാലം ഉള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചു. ഇവർക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ളത്? എന്ത് ക്രെഡിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ഇവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെറും സ്വാർത്ഥത മാത്രമാണ്. അവരുടെ ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അവരുടെ ആശയങ്ങൾ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരേ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഇതിന് നിലകൊള്ളുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഇയാളുടെ ഈ പ്രഖ്യാപനം പോലും ഈ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇത്രയും കാലം നടന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നുള്ളതാണ്. ഇവിടെ ജോർജ്, ഞാനിവിടെ 2 കാര്യങ്ങൾക്കും കൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഈ മുഹമ്മദ് യൂനിസിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതൊരു താൽക്കാലിക ഗവൺമെന്റാണ്. ഞാൻ ഇതിന്റെ ഡേഞ്ചറിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ അവരുടെ ആ ഒരു ബാൻ മാറ്റിക്കഴിഞ്ഞപ്പോൾ സകല തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും അടുത്ത ഇലക്ഷനിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതാ മനസ്സിലാക്കണം. ഇവിടെ റോബിൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെ മത്സരിച്ച് കഴിയുമ്പോൾ അവർക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റാണ് ബംഗ്ലാദേശിൽ വരുന്നതെങ്കിൽ നമുക്ക് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ഈ ഒരു റീജിയൻ മൊത്തം കടന്നുകൊണ്ട് വരും. അപ്പോൾ അവർക്ക് അവിടെ ചൈനയുമായിട്ട് നല്ല ബന്ധം വരും. അത് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ പോരടിക്കാൻ ഞങ്ങൾ ചൈനയുടെ സഹായം തേടും. അവിടെ പാകിസ്ഥാനുമായിട്ടും അവരുടെ ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ബന്ധങ്ങൾ അവിടെ ശക്തമാവും. അഫ്ഗാനിസ്ഥാൻ കോറിഡോർ ഉണ്ടാവും. ഇങ്ങനെ മ്യാൻമാർ, ഇങ്ങനെ ആ പ്രദേശം കൂടെ നമുക്കറിയാം പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ നോർത്ത് ഈസ്റ്റ് മേഖലകൾ മുഴുവൻ ഒരു വലിയ അസ്ഥിരതയിലൂടെ ഇന്ത്യ കടന്നുകൊണ്ടുവരും. അതിൻ്റെ ഇടയ്ക്ക് ബംഗാളിൽ ഡിസ്ട്രിക്റ്റ് ചെയ്യാനുള്ള വലിയ ശ്രമം ഉണ്ടാവും. പിന്നെ അങ്ങനെ പല രീതിയിലുള്ള പിന്നെ അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമുക്ക് കാണുന്നത് വെച്ചാൽ ഈ ഇസ്ലാമിക് ത്രെഡ് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്റ്റ് ഉണ്ട് ശരിക്കും. അത് നമ്മൾ ഈ ഈജിപ്തിൽ നമ്മളവിടെ കാണുന്ന ഒരു വലിയ ഇസ്ലാമിയുടെ ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു വലിയ ഓർഗനൈസേഷൻ ആയിരുന്നു ഈ ഇസ്ലാം ബ്രദർഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു ഡിക്ലൈൻ ഉണ്ടായി, വീണ്ടും അവർ ശക്തിയോടെ തിരിച്ചു വന്നു. പിന്നെ അവിടെ പല രീതിയിലുള്ള അസ്വസ്ഥതകളിലൂടെ ആ രാഷ്ട്രം കടന്നുപോയി. ഇങ്ങനെ ഈ തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക് സംഘടനകളൊക്കെ ഇസ്ലാം രാഷ്ട്രങ്ങളിൽ ഒരു കുറച്ച് സമയത്തേക്ക് അവർ വീക്കായാലും പിന്നെ ഏതെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസ്ഥിരത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ പിടിച്ചു കയറി ഇത്തരം തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഒരു ഇസ്ലാമിക് ത്രെഡിൻ്റെ ഒരു സ്പ്രെഡ് അതിപ്പോൾ നമ്മൾ കാണുന്നത് വെസ്റ്റ് ഏഷ്യ മുഴുവൻ, ഇപ്പോൾ ഈ ഗാസയിലായിക്കോട്ടെ അല്ലെങ്കിൽ സിറിയയിലായിക്കോട്ടെ ഇറാഖിലായിക്കോട്ടെ ഈജിപ്തിൽ ഈവൻ എല്ലാ ഇടങ്ങളിലും ഇതെല്ലാം കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഇത്തരം തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ മൊത്തം ശക്തി പ്രാപിക്കുകയാണ്. അവരുടെ പ്രവർത്തനം ആ ഏഷ്യൻ ഭാഗത്ത് മാത്രമല്ല യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വരെ വ്യാപിപ്പിക്കുന്നു. അതിനുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു വലിയ സോഴ്സ് അവിടെ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഈ രീതി നോക്കുകയാണെങ്കിൽ ആഗോളപരമായിട്ട് ഒരു രീതിയിലുള്ള ഈ റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ ഒരു തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാകുന്നു. അത്
പല പല രാഷ്ട്രങ്ങളുടെയും സമാധാനത്തിന് ഒരു വലിയ ഭീഷണിയായി മാറുകയും ചെയ്തു. ഓക്കെ, കറക്റ്റാണ്. ഞാൻ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ റഹ്മാനി എന്ന് പറയുന്ന ഈ പ്രസ്താവന നടത്തിയ ഒരു വ്യക്തി, ആ വ്യക്തി എത്രത്തോളം ആണ് അവിടുത്തെ യുവജനങ്ങളെ റാഡിക്കലൈസ് ചെയ്തത് എന്നത് നമുക്ക് അവിടുത്തെ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചനയാണ്. അയാളുടെ ചില പ്രസ്താവനകൾ, അയാൾ ഈ മതപരമായിട്ട് തീവ്രമായി അയാൾ നടത്തിയ ചില പ്രസ്താവനകൾ, അയാളുടെ ചില ബുക്സ്, ലേഖനങ്ങൾ, അതിലൂടെയൊക്കെ വളരെ നമ്മൾ പറയും സാധാരണക്കാരായിട്ടുള്ളവരല്ല റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ട്. ഈ ABT എന്ന് പറയുന്ന ഈ അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, നമുക്കറിയാം എന്തുകൊണ്ട് ഇയാൾ ഈ അഫ്ഗാനെ ഇതിൻ്റെ അകത്ത് കൂട്ടുപിടിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സംഘടനയുടെ ഒരു മാതൃ സംഘടനകൾ ഉണ്ടായിരുന്നു 1990കളിലൊക്കെ ഫോം ചെയ്ത്. അവർ നിരവധി ബോംബ് സ്ഫോടനങ്ങളൊക്കെ ബംഗ്ലാദേശിൽ കൊണ്ടുവന്നിരുന്നു. അതിനെ തുടർന്ന് അവർ ആ സംഘടനകളെ നിരോധിച്ചു. പക്ഷേ ആ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവർ പിന്നീട് ഈ പല സംഘടനകളുടെ പേരുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഒരു മാതൃ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവർ എന്ന് പറയുന്നത് ഈ 90കളിലൊക്കെ അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്ന ഈ താലിബാനോട് ചേർന്ന് അവിടെ യുദ്ധം ചെയ്ത മുജാഹിദീനുകളാണ്. അവരാണ് പിന്നീട് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വന്ന് കുറെ കൂടി റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് വന്നത്. അപ്പോൾ ഇവരുടെ മേൽ ഒരു താലിബാന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ മേൽ ഒരു അൽഖ്വയ്ദയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അൽഖ്വയ്ദ ഇന്ത്യയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടറാണ് ഈ പറയുന്ന വ്യക്തി. പിന്നെ ഈ സംഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള യൂത്താണ് ഇതിൽ വരുന്നത്. ഈ പറയുന്ന വ്യക്തിയുടെ ഈ തീവ്ര പ്രഭാഷണങ്ങളിലൊക്കെ ആകർഷണമായിട്ടാണ് 2017 ന്യൂയോർക്കിൽ നടന്ന ബോംബ് സ്ഫോടനം നടത്തിയ വ്യക്തിയൊക്കെ ഈ പറയുന്ന ഈ റഹ്മാനിയുടെ ഈ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലഷ്കർ-ഇ-തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ, കാശ്മീരൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഈ ലഷ്കർ-ഇ-തോയ്ബ കുറെ നാളുകളായിട്ട് ഈ നോർത്ത് ഈസ്റ്റ് കേന്ദ്രീകരിച്ച് അവരുടെ ഒരു ബേസ് രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ABT എന്ന് പറയുന്ന ഈ അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സഹായത്തോടെ ഒരു ബേസ് ഫോം ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയും, 2022-23 കാലഘട്ടത്തിൽ ഏകദേശം 60ഓളം ഈ ABT ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെയാണ് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ 30ഓളം പേർ ബംഗ്ലാദേശികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വ്യക്തി സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ്, ആ വ്യക്തിയുടെ ഒരു പ്രസ്താവന എത്രത്തോളം ഗുരുതര സ്വഭാവമുള്ളതാണ്, എന്തുകൊണ്ടാണ് ഈ ഭീകര സംഘടനയിൽപ്പെട്ടവരുടെ ഒരു നിരോധനം നീക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ്. ഒപ്പം തന്നെ ഈ പറയുന്ന മുഹമ്മദ് യൂനസിന്റെ സർക്കാർ വന്നതിന് ശേഷം അവിടുത്തെ ജയിലുകളിൽ ഏകദേശം 500ഓളം മിലിറ്റൻസ് ആണ് അവിടുന്ന് ജയിലിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, അബു തൽഹ എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാളാണ് ഇന്ത്യയിൽ ABT എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്താണ് ആ മേഖലയിൽ ഈ പറയുന്ന വ്യക്തിയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാം. നമുക്ക് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂര മുഖമുള്ള ഒരു സംഘടനയാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാൻ വാറിന്റെ സമയത്ത് മില്യൺ കണക്കിന് ജനങ്ങളെയാണ് ഇവർ കൊന്നൊടുക്കിയത്. അതായത് ബംഗ്ലാദേശ് ദേശീയതയോടൊപ്പം നിന്ന മില്യൺ കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കി. ഒപ്പം നിരവധി സ്ത്രീകളെ പീഡനത്തിന് ഇരയാക്കിയ ഒരു ചരിത്രവും ബംഗ്ലാദേശിലെ ഈ ജമാഅത്ത് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് തന്നെയാണ് മറ്റൊരു പോയിന്റ്. റോബിൻ, മറ്റൊരു ആസ്പെക്ട് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഈ അമേരിക്കയുടെ ഒരു കളിയല്ല, അമേരിക്കയുടെ ഒരു ഇടപെടൽ എന്ന് പറയാം. ഈ 4ാം ടൈമിൽ ഷെയ്ഖ് ഹസീന വന്നപ്പോൾ അമേരിക്കയ്ക്ക് അത്ര ഒരു സുഖകരമായിരുന്നില്ല ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. 4ാം ടൈമിൽ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു അഭിനന്ദനമോ ഒന്നും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ, എനിക്കൊന്ന് സെപ്റ്റംബർ 13-14 തീയതികളിൽ ഡൊണാൾഡ് ലോ എന്ന് പറയുന്ന ഈ US അഡ്മിനിസ്ട്രേഷന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ടു സൗത്ത് ഏഷ്യ ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ചർച്ച നടത്തുന്നത് ആരുമായിട്ടാണ് എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഈ പറയുന്ന ഇസ്ലാമിക ഫണ്ടമെന്റൽ സ്വഭാവമുള്ള തീവ്രവാദ സംഘടനകളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. നേരത്തെ എന്താണ് പറയുന്നത്, നേരത്തെ ഷെയ്ഖ് ഹസീനയായിട്ട് ചർച്ചകളോ അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അമേരിക്ക അവിടെ ഒരു ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അധികാരത്തിൽ വന്നപ്പോൾ അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ ചൈന കൃത്യമായിട്ടും അവിടുത്തെ ഇപ്പോൾ ഭരണത്തിലുള്ള നേതാക്കന്മാരുമായി കൃത്യമായിട്ടൊരു ചർച്ചകളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഒരു ഇടപെടൽ കൂടി ഇതിന് പിന്നിൽ ഇല്ലേ എന്ന് നാം സംശയിക്കേണ്ടതല്ലേ റോബിൻ? ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, ഇപ്പം നമുക്കറിയാം കാർഗിൽ യുദ്ധം നടന്നു. കാർഗിൽ യുദ്ധം നടന്നപ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാർ പോലും അറിഞ്ഞില്ല. അത് നവാസ് ഷെരീഫ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു പറഞ്ഞ സംഭാഷണത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ ആ രാഷ്ട്രീയക്കാർ പോലും അറിഞ്ഞില്ല കാർഗിലിലേക്ക് ഇവരുടെ സൈന്യം, പാകിസ്ഥാന്റെ സൈന്യം ആക്രമണം നടത്തിയ കാര്യം. ആ പാകിസ്ഥാന്റെ ഭരണകൂടം പോലും അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ അതുപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നോക്കുക, ഷെയ്ഖ് ഹസീന 3 ടേം ഭരിച്ചു. 4ാമത്തെ ടേമിൽ അയൺ ലേഡി എന്നറിയപ്പെടുന്ന, ഏഷ്യയിൽ അയൺ ലേഡി എന്നറിയപ്പെടുന്ന അവരെ എത്ര നിസ്സാരമായിട്ടാണ് ഭരണത്തിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കുമ്പോൾ പോലും
ഇതൊരു കൗണ്ടറാണ്. അമേരിക്കയുടെ സ്ട്രാറ്റജി, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് വെച്ചാൽ കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഭരണകൂടം ഇപ്പോൾ ബംഗ്ലാദേശിൽ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന ഭരണകൂടത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ അവരിപ്പോൾ ഇസ്ലാമിസ്റ്റുകളുമായി കൂട്ടുചേർന്ന് നമുക്ക് പപ്പറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളുമായി അവർ കൂട്ടുചേർന്നിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അവർക്കതല്ലാതെ അവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ഏറ്റവും ആദ്യം ഈ ബംഗ്ലാദേശിന്റെ കാര്യം ചർച്ചയ്ക്ക് എടുത്തപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞു, പാകിസ്ഥാന്റെ അതേപോലെ മിലിറ്ററി, ഈ മതവും അതുപോലെ രാഷ്ട്രീയവും മിലിറ്ററി ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയായിരിക്കും ഈ ബംഗ്ലാദേശിൽ വരാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു. അതേ സാധനം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ മിലിറ്റൻസിനെ ഇവർ ഒഴിവാക്കി. അതുപോലെ തന്നെ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സാധനങ്ങള്. 11-12 മണിക്കൂർ പവർ കട്ടാണ് അവിടെ, വൈദ്യുതിയില്ല, ജനങ്ങൾ എല്ലാ അവസ്ഥയിലും ജോലി ഇല്ലാതായിരിക്കുന്നു. എല്ലാ അവസ്ഥയിലും വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഈ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. ഈ ഗവൺമെന്റിന് അമേരിക്കയ്ക്ക് എന്തെങ്കിലും താല്പര്യം ഈ മേഖലയിലുണ്ടെങ്കിൽ കൃത്യമായി സാധിച്ചെടുക്കാൻ പറ്റുന്ന അതേ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവർ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് കൂടെ നിന്നില്ലെങ്കിൽ അതിന് കൗണ്ടറാണ് ഷെയ്ഖ് ഹസീന. ഇവര് എല്ലാം തകർന്നു കഴിക്കുമ്പോൾ ബാക്കി ഇനി രക്ഷയുള്ളത് ആരിലാണ്? ഇനി ഷെയ്ഖ് ഹസീനയിലെ രക്ഷയുള്ളൂ ബംഗ്ലാദേശിന്. കാരണം അവർ ഭരിച്ചിരുന്ന കാലത്ത് 6% സ്റ്റഡി ഗ്രോത്ത് ആണ് ബംഗ്ലാദേശിന്. 6% സ്റ്റഡി ഗ്രോത്ത് ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതൊരു കൗണ്ടറാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്ക. കാരണം സെന്റ് മാർട്ടിൻസ് ദ്വീപിൽ അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളം വേണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പൊ ഷെയ്ഖ് ഹസീന അവരെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ സെന്റ് മാർട്ടിൻസ് ദ്വീപിൽ അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളം വേണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ സ്ട്രാറ്റജിക് ഈ ജിയോ പൊളിറ്റിക്സ് വെച്ച് അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ സ്വാധീനം അത്യാവശ്യമാണ്. കാരണം ചൈന വളർന്നു വരുന്നു. ചൈനയോട് അടുത്ത് കിടക്കുന്ന ലാവോസ് അടക്കമുള്ള ഈ മേഖലകളെല്ലാം ചൈന വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ സമയത്ത് ചൈനയ്ക്ക് ഈ മേഖലയിൽ കൃത്യമായ ഒരു സൈനിക താവളം അതുപോലെ ഒരു സാന്നിധ്യം അത്യാവശ്യമാണ് അവർക്ക്. അതുകൊണ്ട് അവർ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ഇത് നമുക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ പ്രതികരിക്കുന്നവരാരും അവർ പെട്ടെന്ന് തന്നെ തിരുത്തി പറയുന്ന സാഹചര്യം. എന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്ത് അമേരിക്ക ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നം ഉണ്ടായി. അന്ന് പാർലമെന്റിലെ പല പാർലമെന്റേറിയൻസും കോൺഗ്രസിന്റെ ഭാഗത്തുള്ള പ്രസ്താവന നടത്തിയെങ്കിലും അപ്പോൾ തന്നെ ഗവൺമെന്റ് അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ നോക്കുക, ഷെയ്ഖ് ഹസീന അമേരിക്കയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന് ഉടനെ തന്നെ അവരുടെ മകനെത്തി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അമേരിക്കയെ കുറിച്ച് ആരും ഇൻഫ്ലുവൻസ് പറയാൻ പോലും താല്പര്യപ്പെടുന്നില്ല അവര്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഇതിന്റെ പിന്നിലുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയെ അടുത്ത ഒരു ടേമില് ഇന്ത്യയിൽ അധികാരം മാറ്റാനും അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം പലപ്പോഴായിട്ട് പല രീതികളിൽ പല ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ വരുന്നതാണ്. നമുക്ക് കൃത്യമായ ധാരണകളില്ല എന്ന് മാത്രം. ജോർജ്, ഇവിടെ റൂബിൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ അമേരിക്കയുടെ ഒരു താല്പര്യം അത് ചൈനയിലും റഷ്യയിലും ഒഴികെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം വീണ്ടും പറയുകയാണ്, അവരുടെ ഒരു മെയിൻ ഫോക്കസ് എപ്പോഴും ഇന്ത്യയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഒരു വലിയ പോപ്പുലേഷൻ, അവർ ഒരു നല്ല കൺസ്യൂമറിങ് ഒരു നല്ല കൺസ്യൂമറിങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ ഒരു രാജ്യത്ത് അവരുടെ താല്പര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്തും അതുപോലെ ഇതിൻ്റെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പോക്കൊന്നും ഒരിക്കലും അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ താല്പര്യങ്ങൾ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യുകയില്ല. ഇനി നമ്മൾ മറ്റൊരു രീതി പറയുകയാണ് മനസ്സിലാക്കേണ്ട കാര്യം, എന്നാൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ശിഥിലീകരിക്കുക. അതാണ് ഈ വ്യത്യസ്തങ്ങളായ ഈ ഒരു വിഭജിക്കുന്ന സംഘടനകളോടെല്ലാം അവർ പറഞ്ഞു, നിങ്ങൾ ഉണരുക, നിങ്ങൾ പൊരുതുക, നിങ്ങൾ ഒന്നാകുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു മതസൗഹാർദ്ദം തകർക്കാൻ, ഇന്ത്യയുടെ ഒരു ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വലിയൊരു അൺട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ടാകുന്നുണ്ട്. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു സൂചനകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം വളരെ ശ്രദ്ധിക്കേണ്ട സൂചനകളാണ് നമുക്ക് ഈ ബംഗ്ലാദേശിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ നടന്നത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല, ഒരു ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ള ഒരു അട്ടിമറി ആണ് എന്നതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ, ഇപ്പം മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, ഇറാഖിൽ, അവിടെ ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഒരു പ്രദേശത്തിന്റെ ഭരണം കൈയാളാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവിടെ അവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ ചരിത്ര
സ്മാരകവുമായി ബന്ധപ്പെട്ട പ്രതിമകൾ തകർക്കുന്ന ഒരു കാര്യം, അത് നമുക്ക് മിഡിൽ ഈസ്റ്റിലും സിറിയയിലും ഒക്കെ ഇഷ്ടം പോലെ കണ്ടതാണ്. ഒരു കണക്ക് പറയുന്നത് ഈ കലാപം നടന്ന ആ ഒരു സമയത്ത് ഓഗസ്റ്റ് 5, 6, 7 തീയതികളിൽ ഏകദേശം 1500ഓളം ഈ ചരിത്ര സ്മാരകങ്ങളാണ് ബംഗ്ലാദേശിൽ തകർക്കപ്പെട്ടത്. നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചത് ഈ മുജ്മൂർ റഹ്മാന്റെ പാകിസ്ഥാന്റെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആദ്യത്തെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ പ്രതിമ തകർത്തു എന്നാണ് നാം വായിച്ചിട്ടുള്ളത്. അത് സത്യമാണ്. പക്ഷേ ഇവർ ഉന്നം വെച്ചത് ചരിത്ര സ്മാരകങ്ങളെ അപ്പാടെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശ് സുപ്രീം കോടതിയുടെ പരിസരത്ത് ഈ സ്റ്റാച്യു ഓഫ് ജസ്റ്റിസ് ലേഡി, നമ്മൾ ഈ പറയുന്ന മുഖത്ത് ഇങ്ങനെ കണ്ണ് മൂടിക്കെട്ടി ഒരു കയ്യിൽ ത്രാസം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപമുണ്ട്. അവർ അതിനെ തകർത്ത് കളയുന്നു. ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ പേരിൽ ഈ സ്റ്റാച്യു എന്തിനാണ് തകർത്തത് എന്നാണ് അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചില മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ബാൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വരുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ മൈനോറിറ്റി വിഭാഗത്തിൽ പെട്ടവരെ ഗവൺമെന്റ് സർവീസിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫോഴ്സ്ഫുള്ളി റിസൈൻ ചെയ്യിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ എന്താണ് ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് മൈനോറിറ്റീസിനെതിരെ. അത് മാത്രമല്ല ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള മൈനോറിറ്റീസ് ആയിട്ടുള്ളവർക്കെതിരെയും അറ്റാക്ക് നടക്കുന്നത്, ഈ ഷൂഫി ഷ്രൈൻസിനെതിരെയൊക്കെ അറ്റാക്ക് നടക്കുന്നത്. 2 ഇൻസിഡന്റ് കൂടി പറഞ്ഞിട്ട് ഒന്ന് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓഗസ്റ്റ് 30 അവിടെ ഈ ബംഗ്ലാദേശിൽ നടന്നൊരു പബ്ലിക് റാലിയിൽ ഇസ്ലാമി ആന്തോളൻ ബംഗ്ലാദേശിന്റെ ഒരു ലീഡർ ആയിട്ടുള്ള സയ്യിദ് ഫൈസുൽ കരീം പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ലോങ് ലീവ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം, വി ബിലീവ് ഇൻ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം, നൺ ഹാസ് ബീൻ ഏബിൾ ടു ഡു പൊളിറ്റിക്സ് എക്സ്ക്ലൂഡിംഗ് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ആൻഡ് നൺ ഷാൽ ബി ഏബിൾ ടു. ഇനി ഓഗസ്റ്റ് 1 ഈ ഹിസ്ബുത് തഹീർ എന്ന് പറയുന്ന കൊടും ഭീകര സംഘടന, അത് ബാൻ ചെയ്തതാണ്, ഇപ്പോൾ അതിന്റെ ബാൻ എടുത്തു മാറ്റി, നേതാവ് മുഹമ്മദ് സൊബൈർ മെയിൻ സ്പീക്കർ ആയിരുന്നു ആ ഒരു ഈവന്റിന്റെ. അവർ ഉന്നയിച്ച ഒരു ആവശ്യമാണ് ബംഗ്ലാദേശ് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്കാർഡ് ചെയ്യുക, ശരീഅത്ത് ലോ ബംഗ്ലാദേശിൽ കൊണ്ടുവരിക. ഒപ്പം തന്നെ ഈ പറയുന്ന അബ്ബാസി എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്, പീപ്പിൾ ഓഫ് ദി കൺട്രി വാണ്ട് കാലിഫേറ്റ്. ഒപ്പം തന്നെ ആ മീറ്റിംഗിൽ പ്രസംഗിച്ച മറ്റൊരാൾ പറയുന്നൊരു കാര്യമുണ്ട്, ഡെമോക്രസി കനോട്ട് ലിബറേറ്റ് പീപ്പിൾ, കാലിഫേറ്റ് കാൻ. അപ്പോൾ പോക്ക് എങ്ങോട്ടാന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തമാണ്. മറ്റൊരു സിറിയ ആവാൻ അല്ലെങ്കിൽ മറ്റൊരു ഇറാഖ് ആവാനുള്ള ഒരു ശ്രമത്തിലാണ് ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക ഭീകരവാദികൾ എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്, ഇന്ത്യ അതീവ ഗൗരവമേറിയ ഒരു ജാഗ്രതയിലൂടെ കടന്നു പോകേണ്ട ഒരു നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിൽ റഹ്മാനിയെ പോലുള്ള കൊടും ഭീകരൻ ഉയർത്തി വിട്ട ആ ഒരു ഇന്ത്യക്കെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന, ഇന്ത്യക്കെതിരെ കലാപം ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ ആ ഒരു പ്രസംഗം, അത് അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഇന്ത്യൻ ഭരണകൂടം കാണേണ്ടിയിരിക്കുന്നു. എന്ത് വിധേനയും ഇന്ത്യയിലൊരു ഡീസ്റ്റെബിലൈസേഷൻ, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി ഇവിടെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിക തീവ്രവാദികളും, ഒപ്പം തന്നെ ഇന്ത്യയെ എതിർക്കുന്ന ചൈന, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ ജാഗ്രത ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ഭരണകൂടം അതീവ ഗൗരവത്തോടെ ഈ ബംഗ്ലാദേശിലും ഒപ്പം തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ അതീവ ഗൗരവത്തോടു കൂടി തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ മുഖം നോക്കാതെയുള്ള ഒരു നടപടിയിലേക്ക് ഭരണകൂടങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. അതിന് ശക്തമായിട്ടുള്ളൊരു പിന്തുണ ഇവിടുത്തെ പ്രതിപക്ഷം കൊടുക്കേണ്ടിയിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗവൺമെന്റ് ഒരു പോളിസി എടുക്കുമ്പോൾ അത് രാജ്യത്തിന്റെ സുരക്ഷയെ നല്ല രീതിയിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പോളിസിയാണെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ വൈര്യം മറന്ന് അതിനെ പിന്തുണയ്ക്കാനുള്ള ഒരു നല്ലൊരു മനസ്സ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടാകണം. രാജ്യത്തിന്റെ ഭാവിയായിരിക്കട്ടെ, രാജ്യത്തിന്റെ സുരക്ഷയായിരിക്കട്ടെ, ജനങ്ങളുടെ നന്മയായിരിക്കട്ടെ, ഇന്ത്യ എന്ന വികാരമായിരിക്കട്ടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ നയിക്കേണ്ടത് എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.